ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BSc പെർഫ്യൂഷൻ ടെക്നോളജി കോഴ്സിനെ കുറിച്ചിട്ടാണ്. ഇതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ എന്താണ്, സിലബസ് ഏതൊക്കെയാണ് വരുന്നത്, കേരളത്തിൽ ഗവൺമെൻറ് കോളേജുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജുകൾ ഏതൊക്കെയാണ്, സാലറി ഉണ്ടോ, ഫീസ് സ്ട്രക്ചർ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കാം. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് BSc പെർഫ്യൂഷനിസ്റ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ സർജറി നടക്കുന്ന സമയത്ത് നമ്മുടെ ലങ്സ് പോലെയുള്ള ഓർഗൻസ് മറ്റൊരു ആർട്ടിഫിഷ്യൽ ഉപകരണം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നവരാണ് പെർഫ്യൂഷനിസ്റ്റുകൾ. നമുക്ക് ഈ കോഴ്സിൻ്റെ എലിജിബിലിറ്റി എന്തെന്ന് നോക്കാം. +2 സയൻസ് എടുത്ത് മിനിമം 50% മാർക്കോട് കൂടി പാസ്സായവർക്കാണ് ഈ കോഴ്സ് പഠിക്കാൻ എലിജിബിൾ ആയിട്ടുണ്ടാവുക. ഈ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് 4 ഇയറാണ്. അതായത് 3 വർഷത്തെ പഠനവും 1 വർഷത്തെ കമ്പൽസറി ഇൻറ്റേൺഷിപ്പാണ് ഇതിൽ വരുന്നത്. പിന്നെ കേരളത്തിൽ ഇതിൽ ഏതൊക്കെ ഗവൺമെൻറ് കോളേജുകളാണ് വരുന്നതെന്ന് നോക്കാം. ഗവൺമെൻറ് കോളേജായിട്ടുള്ള കോഴിക്കോട്, ട്രിവാൻഡ്രം, കോട്ടയം എന്നീ 3 കോളേജുകളാണ് ഗവൺമെൻറ് ആയിട്ട് ഇതിന് വരുന്നത്. പിന്നെ വരുന്നത് 2 പ്രൈവറ്റ് കോളേജ് കൂടെയുണ്ട്. KMCT കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ് മുക്കം, അത് കോഴിക്കോടാണ് വരുന്നത്. മിംസ് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ് മലപ്പുറം. പിന്നെ ഏതൊക്കെ സിലബസ് ആണ് ഇതിൽ പഠിക്കാനുള്ളത്, ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഒക്കെ ആയിട്ട് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളതെന്ന്. ഫസ്റ്റ് ഇയറിൽ നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, പത്തോളജി, മൈക്രോബയോളജി എന്നീ സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. സെക്കൻഡ് ഇയറിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ മെഡിസിൻ റിലവൻറ്റ് ടു പെർഫ്യൂഷൻ ടെക്നോളജി, അപ്ലൈഡ് പത്തോളജി, അപ്ലൈഡ് മൈക്രോബയോളജി, അപ്ലൈഡ് ഫാർമക്കോളജി, ഇൻട്രൊഡക്ഷൻ ടു പെർഫ്യൂഷൻ ടെക്നോളജി. തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ ക്ലിനിക്കൽ പെർഫ്യൂഷൻ ടെക്നോളജി, അപ്ലൈഡ് പെർഫ്യൂഷൻ ടെക്നോളജി, അഡ്വാൻസ്ഡ് പെർഫ്യൂഷൻ ടെക്നോളജി. പിന്നെ ഫോർത്ത് ഇയറിൽ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പാണ്, ഗവൺമെൻറ്റിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുക നിങ്ങൾ. പിന്നെ നിങ്ങളുടെ ഡൗട്ടായിരിക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്. BSc പെർഫ്യൂഷനിസ്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്താൽ കാർഡിയാക് പെർഫ്യൂഷനിസ്റ്റ്, പീഡിയാട്രിക് പെർഫ്യൂഷനിസ്റ്റ്, കാർഡിയാക് ടെക്നീഷ്യൻ, ലെക്ചേഴ്സ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സാലറി, ഇന്ത്യയിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് താരതമ്യേന കുറവാണ്. അതിൽ സാലറി എന്ന് പറയുന്നത് 20,000 മുതൽ 40,000 ആണ് ഇന്ത്യയിൽ ഇതിൻ്റെ സാലറി എന്ന് പറയുന്നത്. ഫീസ് സ്ട്രക്ചർ എന്ന് നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് കോളേജുകളുടെ കോളേജ് മാറുന്നതിനനുസരിച്ച് ഫീയും വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ട്യൂഷൻ ഫീ ഒരു 10,000 ഒക്കെയാണ് വരുന്നത്. അത് മറ്റു കോളേജിലൊക്കെ മാറ്റണ്ട, ട്യൂഷൻ ഫീ മാത്രമാണ് പറയുന്നത്. അത് 1.35 lakh ഒക്കെ പോകാറുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൽ പറയുകയാണെങ്കിൽ ഗവൺമെൻറ് കോഴിക്കോടാണ് ഞാൻ പറയുന്നത്. ഗവൺമെൻറ് കോഴിക്കോട് ട്യൂഷൻ ഫീ വരുന്നത് 69,000 ആണ്. അത് ആകെ അക്കാദമിക് ഫീ ആണ് ഈ 69,000 എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഗവൺമെൻറ് കോളേജുകളുടെ മാത്രം ഫീസ് സ്ട്രക്ചർ ഞാൻ കമൻറ്റിൽ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങളതൊന്ന് ആവശ്യമുള്ളവരതൊന്ന് ചെക്ക് ചെയ്യാം. ഇനി ഏതെങ്കിലും കോഴ്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള അപ്ഡേറ്റുകളും കോഴ്സ് ഡീറ്റെയിൽസും അറിയുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഡൗട്ടും കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.